എല്ലാവർക്കും ഇഷ്ടമുള്ള ഒത്തിരി പാട്ടുകളും പെർഫോമൻസുകളും കൂടെ കുറേ കുഞ്ഞു കഥകളും വലിയ കഥകളും ഒക്കെ വരാനിരിക്കുകയാണ്. അതിനൊക്കെ മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് എം ജെ അങ്കിൾ. വെൽക്കം. എന്തോ എപ്പോഴും ടോപ്പ് സിംഗർ തന്നെ ജീവിച്ചാൽ മതിയോ? പലപ്പോഴും പഠിക്കണ്ടേ? പിന്നെ എന്തോ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി തന്നെ. എന്താ ഇടയ്ക്ക് മറക്കും. പക്ഷേ ആ അതെ, എതിരായി. ഞാനിപ്പോ സെക്കൻഡ് ഇയർ. നിയമസഭയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. അപ്പൊ ഷേക്സ്പിയറിനെ പറ്റിയൊക്കെ സംസാരിച്ചോ? അയ്യോ ഇല്ല, ഞാനായിരുന്നു പോയേ. ഇല്ല, അത് അവിടെ കുറെ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുമല്ലായിരുന്നോ. അപ്പൊ അവിടെ ചെന്ന് ഞാൻ നേരത്തെ ബാലരമംഗളം അല്ല, ഞാൻ അങ്ങനെ എനിക്ക് വായനാശീലം. എന്റെ അടുത്ത് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇന്റർവ്യൂ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയും, മീനൂട്ടി ഒത്തിരി വായിക്കുന്ന ആളാണല്ലേ എന്ന്. പക്ഷെ ഞാൻ വായിക്കുന്ന ആളേ അല്ല. ഞാനിങ്ങനെ വായനാശീലം മനഃപൂർവ്വം ഉണ്ടാക്കാൻ നോക്കും. എം ജെ അങ്കിൾ എനിക്കൊരു പുസ്തകം വാങ്ങി തന്നില്ലേ, അത് ഞാനിങ്ങനെ നിർബന്ധമായിട്ട് ദിവസം ഇത്ര പേജ് വായിക്കണം. ഇത് അങ്ങനെ ഞാൻ ഇപ്പൊ കുറച്ച് വായിക്കും. അല്ല, കുറച്ച് പേജ് വായിക്കുന്നുണ്ട്. ഇത് തന്നെ ചുമ്മാ കള്ളം പറയുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ഞാൻ വായിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ കുറച്ച് പുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇതെന്തോ കുറേ ബുക്ക് സ്റ്റോൾ അല്ലേ, ഇങ്ങനെ ഇഷ്ടം പോലെ പുസ്തകങ്ങള്. അവിടെ നിന്ന് തന്നെ എനിക്ക് കുറെ പുസ്തകം ഗിഫ്റ്റ് കിട്ടി. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ചോദിക്കട്ടെ. ഓ, ഇൻ ദ മീൻ ടൈം എന്ന് പറഞ്ഞാൽ അത് ആരെ പറ്റിയുള്ളതാണ്? ഇംഗ്ലീഷ് അറിയാവുന്ന അതേ സമയം അങ്ങനെ മീനിനെ പറ്റിയിട്ടായിരിക്കും. എങ്ങനെയുണ്ട്? സന്തോഷല്ലേ? ഞാൻ വിചാരിച്ചു സീരിയസ് കഷ്ടം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ തിയറിയുടെ പേരാണ് മീനോളജി. മീനോളജി. ഓ, ഇത് പുതിയതായി ഇപ്പൊ കോളേജിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഉണ്ട് മീനോളജി. സന്തോഷായില്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അടുത്ത പാട്ടിന്റെ ഗ്യാപ്പിൽ ചോദ്യം ചോദിക്കാം. ഓക്കെ, ആ ശീലം നമുക്ക് കുറച്ച് കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. പണ്ട് അതൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് മറന്നുപോയി. അപ്പൊ ഇപ്പം ചോദ്യത്തിന് മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? ആരാ വരാൻ പോകുന്നതെന്ന് അറിയാവോ? നമ്മുടെ മൈഥിലി കുട്ടിയാണ്. പക്ഷെ മൈഥിലി കുട്ടി അങ്ങനെ എന്നും വരുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഉടുപ്പിൽ നമ്മൾ മൈഥിലി കുട്ടിയെ വളരെ കുറച്ചായിരിക്കും കാണാൻ. മീനുമായിട്ടൊരു ബന്ധമുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത് മീൻ പാട്ടാണെന്ന്. മീൻ പാട്ടുണ്ട് ഇതില്. പാട്ടിൽ മീനുണ്ടോ? പാട്ടിലില്ല, പക്ഷെ ബന്ധമുണ്ട് മീനായിട്ട്. സിനിമയിൽ മീനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഏതോ വള്ളപ്പാട്ടാണോ? സിനിമയുടെ പേരിനും അത് ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരുടെ പേരായിട്ട്? ഒരു മീനുമായിട്ട് മീനുമായിട്ട് ബന്ധമുണ്ട്. അതെന്തായിരിക്കും? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതെ, ഒരു വളരെയധികം ഗ്രാം ഭംഗിയുള്ള പാട്ടാണ്. അതെ. ആണോ? അപ്പൊ ഏത് പാട്ടായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ ക്യാപ്റ്റൻ. വാട്ട് ഈസ് ദിസ്? ആര്യ ചേച്ചിയാണ് ലീഡറാണത്രേ. എന്തൊരവസ്ഥ, ഇത്രയും ടഫായിട്ട് ടീംമേറ്റ്സുമായിട്ട് അടി കൂടാറില്ല ഗൈസ്, ക്ഷമിച്ചു കൊടുക്കും. മധു ചീനവല അതായിരിക്കും അല്ലേ? പാട്ടാണോ? ഓക്കേ, ഇത് റെട്രോ ആണല്ലേ? റെട്രോ റൗണ്ട് ആണ്. ഈ റെട്രോ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? അത് ഈ 60 തൊട്ട് 80 വരെയുള്ള ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, അതാണ് റെട്രോ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ റൗണ്ടിനെ പറ്റി റൗണ്ടിനെ പറ്റി. ഓ, റൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് റെട്രോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മീനിങ് അതെനിക്ക് അറിയില്ല. എന്താ വെച്ചാ റെട്രോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിന്റെ അർത്ഥം പിന്നിലേക്ക്. അതെ. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് പറയും, ഇതാ പിന്നെ ഇംഗ്ലീഷാണ്. എന്നെ നോക്കണ്ട അതിന്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ പിന്നിലേക്ക് നോക്കുക. പാസ്റ്റ്. ഈ പാസ്റ്റിലുള്ള നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് എന്ത്? അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. സിനിമ ചീനവല, വർഷം 1975, പിന്നെ സംഗീതം MK അർജുനൻ സാറ്, എഴുതിയത് വയലാർ രാമവർമ്മ സാറ്, പിന്നെ പാടിയത് സുശീലമ്മ. ഇപ്പൊ ആരാ പാടാൻ പോകുന്നത്? മൈഥിലി ടീച്ചർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മൈഥിലി കുട്ടി. താങ്ക് യു. നന്നായി പാടണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നിർത്തല്ലേ, ഭയങ്കര രസം കണ്ടോ. മധുവിനെ പോലെ നമുക്ക് പാട്ട് പാടി വലയിൽ വീഴ്ത്തണം. അപ്പൊ ഇന്ന് മൈഥിലിയുടെ പാട്ട് നമ്മളെ വലയിൽ വീഴ്ത്തിയോ? എഴുതിയായിരിക്കും. ഇതിപ്പോ എല്ലാരും ഇന്നെന്തോ ഒരു അങ്ങനെയാണോ ഉഷാറ് മറുപടി? കുറവുണ്ടോ ആയിരിക്കും. ചെറിയ ആയിരിക്കും. അല്ലേ? ഇപ്പൊ അതാ ഒരായിരിക്കും അല്ല, ഇവിടെ എങ്ങനെ കേട്ടതിന് ശേഷേ പലപ്പോഴും നമ്മൾ വീട്ടിൽ പോയി സംസാരിക്കും. ഞാനും പറയലുണ്ട്. ആയിരിക്കും ആയിരിക്കും. അപ്പൊ ഞാനും പറഞ്ഞു അല്ല, അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആയിരിക്കും. മൈഥിലി കുഞ്ഞെ, എന്താ? ഇന്ന് എത്ര മാർക്ക് ആയിരിക്കും? അത് ഒരു 97.75 97.75 ആണോ? 75 ആണോ? 5 എനിക്കറിഞ്ഞൂടാ, എനിക്കിങ്ങനെ അറിയാം. മൈഥിലി കുട്ടി, എന്തോ your score is 97 out of 100 today. മൈഥിലി കുട്ടി നമ്മൾ പറഞ്ഞതിനോട് ഏകദേശം ഒക്കെ അടുത്ത് വന്നു. ഏകദേശം അല്ല, അത്യാവശ്യം നന്നായിട്ട് അടുത്ത് വന്നു. പോയിന്റ് ഒരു പോയിന്റിന് വ്യത്യാസം. അങ്ങനെയൊന്നുമില്ലാന്നുള്ളൂ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ 97 അല്ല, അതിന് മുകളിലോട്ട് പ്ലാൻ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ.